ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വെച്ചു. കുറച്ച് ദിവസമായി ഡേ ഇൻ മൈ ലൈഫൊക്കെ ഇട്ടിട്ട്. അപ്പോൾ രാവിലെ തന്നെ സൗണ്ട് ഒരുമാതിരി ആയതുകൊണ്ടാണ് ഞാൻ ഓൺ വോയിസ് കൊടുക്കുന്നത്. പിന്നെ ഈ വീഡിയോ എടുക്കുന്ന സമയത്താണ് കേട്ടോ അച്ചൂട്ടൻ തിരിഞ്ഞും മറിഞ്ഞും കളിക്കുന്നത് ഞാൻ കാണുന്നത്. അങ്ങനെ ഇത് കുറച്ച് ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും അപ്ലോഡ് ചെയ്യാം. ഗുഡ് മോർണിംഗ്. എൻ്റെ ഉറക്കപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയി ഒന്ന് മുഖമൊക്കെ കഴുകി ഒന്ന് ഫ്രഷ് ആവാം. അങ്ങനെ പല്ല് വെച്ച് മുഖമൊക്കെ കഴുകി നമ്മൾ പിന്നെ ഇടുന്ന സാധനമാണ് ഇത്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. പോൺസിൻ്റെ ജെല്ല് അങ്ങനെ എന്തോ ഒരു പറയുന്ന മോയ്സ്ചറൈസറാണ് ഇത്. കുറേ ഞാൻ യൂസ് ചെയ്യുന്ന തുടങ്ങിയിട്ട് നല്ലൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടുന്നുണ്ട്. പക്ഷേങ്കിൽ നല്ല കുരുണ്ട് കേട്ടോ. അത് ഏത് ക്രീമിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. കുറേ എണ്ണം വാരി തേക്കുന്നതുകൊണ്ട് ഏതിൻ്റെ ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. കുറേ എണ്ണം എന്നല്ല, നമ്മൾ മോയ്സ്ചറൈസറും സൺസ്ക്രീനും അതിൻ്റെ മേലൊരു ക്രീമും പിന്നെ അങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നത്. അപ്പം ഏതിൻ്റെ ആണെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ അത്യാവശ്യം കുറച്ച് കുരുക്കളൊക്കെ ഉണ്ട്, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമ്മൾ രണ്ടാമതിട്ടത് ഈ ഒരു സൺസ്ക്രീനാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പക്ഷേ കുഴപ്പമൊന്നുമില്ല, നമുക്ക് വൈറ്റ് കാസ്റ്റ് ഒന്നും അടിക്കുന്നില്ല, നല്ലതാണ്. രാവിലത്തേക്ക് പൂരിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പാലും കൂടെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ എന്ന് ചോദിച്ചാൽ കണ്ണൊന്ന് വിളിച്ചു നോക്കട്ടെ, എന്നിട്ട് ആക്കിയെടുക്കാം. അങ്ങനെ നമുക്ക് പാൽ ചായ കിട്ടാത്തതുകൊണ്ട്, പാല് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ പിന്നെ കട്ടൻ ചായയിൽ ഒതുക്കി. അങ്ങനെ അച്ചൂട്ടിന് കട്ടൻ ചായ അല്ല കേട്ടോ, ഒരു കുറച്ച് 2-3 സ്പൂണ് കട്ടൻ ചായ ഒഴിക്കും, ബാക്കിയാണ് ചായ ആക്കി ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ കൊടുക്കാറുള്ളൂ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളിത് താഴെ ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ മഴയത്ത് എടുത്ത് വെച്ചൊരു വീഡിയോ കേട്ടോ. മഴ ഉണ്ടായിരുന്ന സമയത്ത് അപ്പം നല്ലോണം കൊഴിയുന്നുണ്ടായിരുന്നു, റംബൂട്ടാൻ മൊത്തം കൊഴിഞ്ഞു പോകണം. അതുകൊണ്ട് തന്നെ റംബൂട്ടാൻ്റെ ഇലയും കായും ഒക്കെ ഇത് ഇത്രത്തോളം ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ മരമൊന്നുമല്ല, അപ്പുറത്തുള്ള വീട്ടിലത്തെ മരം ഇപ്പുറത്തേക്ക് നിൽക്കുന്നതാണ്. പക്ഷേ ഫുള്ളായിട്ട് നമ്മുടെ ഇങ്ങോട്ടാണ് ചാഞ്ഞ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ മൊത്തം ഇലയും കായും ഒക്കെ നമ്മുടെ മുറ്റത്താണ്. പഴുത്താലും തരും, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത് കഴിഞ്ഞ് നമുക്കിതൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഇതെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണന് ദിവസം ഷോപ്പിൽ പോകുമ്പം, ഷോപ്പിലല്ല കടയിൽ പോകുമ്പോൾ എന്നും സ്പ്രേ അടിക്കണമല്ലോ. അപ്പോൾ അത് പിന്നെ നമ്മളിങ്ങനെയാണ് സ്പ്രേ വാങ്ങുന്നത്. അല്ലാത്ത സ്പ്രേകളൊക്കെ ഉണ്ട്, അത് ഡെയിലി അടിച്ചാൽ നമുക്കത് വേർത്താവില്ലല്ലോ. അതുകൊണ്ടാണ് അത് യൂസ് ചെയ്യാറില്ല കേട്ടോ. അത് എപ്പോഴെങ്കിലുമൊക്കെ അടിച്ചിട്ട് പോകുള്ളൂ, അല്ലാണ്ട് ഇത് ഇങ്ങനത്തൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കണ്ണെന്തായാലും വന്ന സ്ഥിതിക്ക് നമുക്ക് വെള്ളം ഇല്ലായിരുന്നു ടാങ്കിൽ. അപ്പോൾ ഇന്ന് ടാങ്ക് കഴുകാമെന്ന് വെച്ചിട്ട് മുകളിലോട്ട് കയറി പോകാൻ കേട്ടോ. അപ്പോൾ അച്ചൂട്ടനെ എടുത്തിട്ട് അതിൽ നടന്നു പോകാൻ കുറച്ച് റിസ്ക്കാണ്. അതുകൊണ്ടാണ് അവനെ കൈ പിടിച്ചിട്ടാണ് നടത്തുന്നത് കേട്ടോ. പേടിക്കാനൊന്നുമില്ല. അങ്ങനെ നമ്മൾ പിന്നെ ടാങ്കിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കഴുകാമെന്ന് വിചാരിച്ചു. കുറേ നേരം അവിടെ നിന്ന് ചുറ്റിപ്പറ്റി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചു കേട്ടോ. ഇതെങ്ങനെ ഇപ്പോൾ കഴുകാമെന്ന് ആലോചിച്ചിട്ട്. കാരണം ആ ടാങ്ക് ചൂട് കൊണ്ട് ഒരുമാതിരി ആയിരിക്കും കേട്ടോ. കയറിയാൽ പൊട്ടുമെന്നുള്ള പേടി. ലാസ്റ്റ് രണ്ടും കൽപ്പിച്ച് ഞാൻ കയറി. കാരണം കണ്ണന് കയറാൻ പറ്റില്ലല്ലോ, അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയാലും. ഞാനാകുമ്പോൾ പിന്നെ സുഖമായിട്ട് ഊരി വരാം. എന്നിട്ടും എൻ്റെ കാലയിൽ കയറാൻ അറിയാത്തതുകൊണ്ടായിരിക്കും ഇറുകിയൊക്കെ പോയിട്ടോ. അങ്ങനെ ഞാൻ കയറി. പിന്നെ എന്തായാലും അച്ചൂട്ടിന് ഞാൻ കയറിയോണ്ട് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ ചുറ്റും നടക്കാൻ. ഞാൻ ഈ ക്യാമറ വെച്ചത് അച്ഛനും മോനും കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ ഒളിപ്പിച്ച് വെച്ചതൊന്നുമല്ല, വെച്ചതാണ്. ഞാൻ പറയാനും മറന്നുപോയി. അതുകൊണ്ട് പിന്നെ കണ്ണൻ കണ്ടിട്ടില്ലായിരുന്നു. അതുകൊണ്ടാണ് കുറേ ഭാഗം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ കണ്ടിട്ടില്ലായിരുന്നു, എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവിടുന്ന്. പിന്നെ അത് കഴിഞ്ഞ് അച്ചൂട്ടൻ ചുറ്റും നടന്നിട്ട് എന്നെ വിളിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം ഞങ്ങൾ ടാങ്ക് കഴുകി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തല പൊക്കി നോക്കിയപ്പോഴാണ് അപ്പുറത്ത് ബാങ്കിലുള്ളവർ മൊത്തം ഞങ്ങളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു കേട്ടോ. എന്താ കാണിക്കുന്നത്, ചാവാൻ പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് നമ്മളൊന്ന് വന്നു, എല്ലാവരും കുളിച്ചു. ഞാനാണ് ആദ്യം കുളിച്ചത്. കുളിച്ച് കുറേ അലക്കാനൊക്കെ ഉണ്ടായിരുന്നു, അലക്കി എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരു ലൈമൊക്കെ ആക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാൻ എടുത്തു വെച്ചതായിട്ട് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഉണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മൾ ലൈമൊക്കെ കലക്കി കുടിച്ചു. പിന്നെ അടുത്ത പണി ഇതാണ്. ആ സമയത്ത് നല്ല മഴ ആയിരുന്നുകൊണ്ട് തന്നെ കിട്ടുന്ന സമയത്ത് ഞാൻ വിരിച്ചിടുന്നതാണ് കേട്ടോ. അതൊക്കെ അപ്പം തന്നെ എടുക്കേണ്ടി വന്നിട്ടുണ്ട്, കാരണം തെരുതെരേ മഴ വരുന്നുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് വേറെ വഴിയൊന്നുമില്ല, വിരിച്ചിടാൻ വേറെ സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെയാണ് ഞാൻ വിരിച്ചിടുന്നത്. കുറച്ച് നാറി കഴിയുമ്പം അകത്തേക്ക് എടുത്തിടും.
അങ്ങനെ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞ് നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് കടന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പണി. കാരണം അവൻ്റെ കൂടെ കളിച്ചാൽ അവൻ പറയുമ്പോഴേ നിർത്താൻ പറ്റുള്ളൂ. അതുവരെ നമ്മൾ മടുത്തു, അവനൊരു മടുപ്പും ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്തതായിട്ട് നമ്മളൊരു സിനിമയ്ക്ക് പോകാൻ വിചാരിച്ചു കേട്ടോ. കാരണം നമ്മൾ ഇറങ്ങുന്ന സിനിമ ഇപ്പോൾ കാണാറുണ്ട്. എല്ലാം തന്നെ കണ്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നമ്മളിപ്പോൾ പോയിട്ടുണ്ടായിരുന്ന തുടരും കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരത്തെ എത്തിയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഒന്ന് ബീച്ചിൽ പോയി സമയം പോക്കിയിട്ട് പിന്നെ പോവാം. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടാണ് ബീച്ചിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അച്ചൂട്ടൻ്റെ 2-3 ഫോട്ടോ എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും കിട്ടിയിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ആ ഷോർട്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എൻ്റെ മുഖം എന്താ എങ്ങനെ ഇരിക്കുന്നത് നോക്കണ്ട. അപ്പം ഞാൻ രാവിലെ തൊട്ട് ഞാൻ ഡേ ഇൻ മൈ ലൈഫ് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതങ്ങ് ഫിനിഷ് ചെയ്യാമെന്ന് വിചാരിച്ചതിൻ്റെ കാരണം വേറൊന്നുമല്ല, നേരത്തോടെ ഞാൻ ഫിനിഷ് ചെയ്തതാണ്. പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പം ഏകദേശം സമയം 1 മണി ആവാറായിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്നും ഈ സമയത്തല്ല കിടക്കുന്നത്. ഇപ്പം എൻ്റെ ഹസ്ബൻഡ് കടയിലൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ടൗൺ വരെ പോയതാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ വെറുതെ ഇരിക്കുക. അപ്പോൾ മോന് നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അവന് എഴുന്നേറ്റിരിക്കുവാണെങ്കിൽ എനിക്കൊരു നേരം പോക്കായേനെ. ഇപ്പോൾ അവൻ ഉറങ്ങിയോണ്ട് എനിക്ക് അതിനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഒന്നാമത് എനിക്ക് ഭയങ്കര പേടിയാണ്. ഫുള്ള് ലൈറ്റ് ഇട്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ഞാൻ പിന്നെ വെച്ച് അന്നൊരു വീഡിയോ എടുക്കാം. എന്തായാലും രാവിലെ തൊട്ട് എടുത്തല്ലോ, അപ്പോൾ ഇങ്ങനെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്ര നേരം ഇരുന്നിരുന്ന് എനിക്ക് വിശക്കാനും തുടങ്ങി, പേടിയാവുന്നുണ്ട്. കണ്ണനാണെങ്കിൽ കാണുന്നുമില്ല, ഉറക്കം വരുന്നുണ്ട്. എന്തൊക്കെയോ കൂടിയിട്ടാണ് കേട്ടോ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ. അപ്പം ഇതോടുകൂടി ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയാണ്. ഞാൻ എപ്പോൾ ഉറങ്ങാൻ പോകുന്നത് എനിക്കറിയില്ല കേട്ടോ, ഉറക്കം വരുന്നുണ്ട്. അപ്പം എന്തായാലും എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ബൈ.